ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിത് നമുക്ക് കുറച്ച് അവലുണ്ട് കേട്ടോ. നാട്ടിലത്തെ അവലാണ്, അരക്കിലോ അവലുണ്ട്. ഇന്ന് നമുക്ക് അവൽ പായസം വെച്ചാലോ? അവൽ പായസം വെക്കാനായിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ ഇനിയുണ്ടെന്ന് തേങ്ങാപ്പാൽ. ഇനിയുണ്ട് നമുക്ക് തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാലിൽ നമ്മൾ കവർ പാലായാലും കുഴപ്പമില്ല. ഇത് ഒന്നാം പാല്, ഞാൻ രണ്ടാം പാലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ അതും കൂടെ ഒന്നും കൂടെ പിഴിപ്പഴിക്ക് കുറച്ചും കൂടെ പാലിട്ട് മൂന്നാം പാൽ വന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഞാനിത് ഉരുക്കി വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്നത് സ്റ്റൗ കത്തിച്ചിട്ട് ബാക്കി ഇനി വിടുന്ന എല്ലാം വറുത്ത് തേങ്ങ കൊത്ത് വറക്കാം. ആദ്യം നെയ്യാന്ന് ഒഴിച്ചത് കേട്ടോ. നെയ്യ് നമ്മുടെ ഈ നെയ്യാണ് കേട്ടോ, ഗീൻ്റെ അതാണ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആദ്യം നിന്ന് തേങ്ങ കൊത്തിടാം. ये पोहा है, पोहा आपको पता है ना, पोहा है गाँव का है। मैं भी गाँव पोहा का खीर बनाने के लिए, हाँ खीर बनाने का बाकी सब रखा है। और नारियल का दूध है, इसका नारियल का दूध भी डाल सकते हैं ना, अपना सादा कवर का दूध है ना, अपना दुकान से मिलते वो शिवामृत या कुछ, वो भी डाल सकते हैं। लेकिन नारियल का दूध में से ज़्यादा टेस्ट मिलते हैं। അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അതിന് ബാക്കി എണ്ണയിലേക്ക് നമുക്ക് അവൽ ഇപ്പം രണ്ടാം പാലും ആണ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചൊന്നും കൂടെ തിളക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ചെറിയ പാത്രത്തിൽ വെച്ചാലും മതി, ചെറിയൊരു പിന്നെ ഒരു 2 ലിറ്ററിൻ്റെ ചരുവത്തിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഉരുളി തന്നെ വെക്കണം എന്നുള്ള ഇതൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഇളക്കാനും പിന്നെ ഇതിനൊക്കെ അത് ചെറിയ പാത്രം തികയില്ല. അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം തന്നെ ഉരുളി തന്നെ എടുക്കാന്ന് വെച്ചത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പിന്നെ സഫേദ് वाला पोहा रहे तो सफ़ेद कलर दिखेगा, वाइट कलर दिखेगा और दूध भी डालेगा तो। लेकिन ये थोड़ा गुड़ भी डाला ना, जागरी डाला और गाँव का पोहा है लाल ब्राउन कलर का. നാട്ടിലത്തെ ബ്രൗൺ കളർ ആയതുകൊണ്ട് ഇങ്ങനെ കളർ കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ മെഷീൻ്റെ ഇതുപോലെയാണെങ്കിൽ വെള്ള കളറാണെങ്കിൽ നല്ല വെള്ള കളർ ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. തേങ്ങേൻ്റെ ഒന്നാം പാൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഒഴിക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം. പിന്നെ നമുക്ക് മിൽക്ക് മേടുണ്ട്, അതും കൂടി ഒഴിക്കാം. നല്ലോണം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്നാം പാൽ ഒഴിക്കാം. സ്ലോ ആക്കി കൊണ്ട് ഒഴിക്കാം കേട്ടോ. മിൽക്ക് മേട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. ഹലോ, ഞാൻ ആ ഒന്നാം പാൽ ഒഴിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് നോക്കുമ്പോഴേക്ക് പറയുന്നത് ഇത് നമ്മുടെ എന്താണ് പിന്നെ സാബുനരി വേവിച്ച് വെച്ചിരുന്ന് അത് ഇടാൻ മറന്നുപോയി കേട്ടോ. അതും കൂടെ എടുത്ത് ഒഴിക്കാം. അത് ഞാൻ നേരത്തെ നമ്മുടെ ഇത് പറഞ്ഞല്ലോ, അത് വേവിച്ച് വെച്ചതായിരുന്നു, മറന്നുപോയതാണ് കേട്ടോ. ഞാൻ ചെന്തപ്പീനെ കൊഴുപ്പ് കിട്ടാതെ പോർന്ന് അധികം ആ കുക്കറിലേയും വേവിച്ച് വെച്ചിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്ന ബാക്കിയുള്ള വറുത്ത് വെച്ചതെല്ലാം ഞാൻ കുറച്ച് അതുപോലെ തന്നെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാം അടുത്തുണ്ടായാലും ഉണ്ടാണല്ലോ ഒരു ചെറിയൊരു മറവിയാണ്. എന്താണ്
എല്ലാവർക്കും ഉണ്ടാകും മറവി, പക്ഷെ ചിലവർക്ക് കുറച്ച് കൂടുതലാണ്. എനിക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ മറന്നു പോകുന്നത്. എടുത്ത് വെച്ച് കഴിഞ്ഞാലും പിന്നെ എടുത്ത് ഇടാൻ മറന്നു പോകും. സാമൂഹിക എരി തന്നെയല്ലേ പറയാറുള്ളത്, ഇവിടെ പിന്നെ ഞാൻ സാബുദാനാണെന്ന് പറയുന്നത്. അത് ഞാൻ വേവിച്ചിട്ട് ഒരു സൈഡിലെടുത്ത് വെച്ചതായിരുന്നു. പിന്നെ ഒരു ലേശം എടുത്തിട്ടോ, 1/2 ഗ്ലാസ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ അത് വെന്തതാണ്. ഇനി ആദ്യം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ 1-ാം പാൽ ഒഴിച്ചു, ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചു, ഏലക്കയും പൊടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം മധുരം എല്ലാം നല്ല കണക്കായിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായങ്ങൾ പറയാം. നമുക്കിത് ഇതിപ്പം 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, 200 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് ആയാലും വേഗം അത്രയും പിന്നെ പാലും നേരം കുറേ വേണ്ടി വരുള്ളൂ. 200 ഗ്രാം ആണെങ്കിൽ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് കുറച്ച് കൂടുതലാണ്, 400 ഗ്രാം ഉണ്ടായിരുന്ന 2 പാക്കറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെയും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ സഹായിക്കുക. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.